കൂടെ പഠിക്കുന്ന കുഞ്ഞുങ്ങളൊക്കെ പരീക്ഷ എഴുതിയപ്പോഴുള്ള മാനസികാവസ്ഥ എന്തായിരുന്നു? അയ്യോ, അത് നമുക്ക് പറയാൻ പറ്റില്ല. അവിടെ ആ സമയത്തൊക്കെ ഭയങ്കര കരച്ചിലായിരുന്നു. എന്ന് വെച്ചാൽ കോളേജിൽ നിന്ന് പൊക്കോളാൻ പറയുമ്പോൾ അതൊരു വല്ലാത്തൊരു വിഷയമല്ല. എന്ന് വെച്ചാൽ പിന്നെ എക്സാമിൻ്റെ ടൈമായപ്പോൾ ഫീസ് അടച്ചില്ല, എക്സാം എഴുതാൻ പറ്റില്ല, കോളേജിൽ നിൽക്കണ്ടെന്ന് പറയുമ്പോൾ കൊച്ചന്നേരം തന്നെ പിറ്റേ ദിവസം തന്നെ ഇങ്ങോട്ട് പോകുന്നു. പിന്നെ ഇവിടെ വന്ന് അവൾക്ക് മാനസികമായിട്ട് ഭയങ്കര ടെൻഷനായിപ്പോയി. എന്ന് വെച്ചാൽ നമുക്ക് പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ളവരെ, എൻ്റെ പേര് പാസ്റ്റർ സജി പള്ളിക്കുന്ന്. ഞാനിപ്പോൾ വളരെ സന്തോഷത്തോടു കൂടിയാണ് ഇപ്പോൾ എൽദോസ് പാസ്റ്ററുടെ ഭവനത്തിലായിരിക്കുന്നത്. തൃശ്ശിലേരി എന്ന് പറയുന്ന, വയനാട്ടിൽ തൃശ്ശിലേരി എന്ന് പറയുന്ന സ്ഥലത്താണ് ഇരിക്കുന്നത്. പാസ്റ്ററുടെ പ്രിയ കുഞ്ഞന് അക്സാമോൾക്ക് അവൾ 3-ാം വർഷം ജനറൽ നഴ്സിംഗ് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവൾക്ക് 1,00,000 രൂപ കോളേജിൽ അടയ്ക്കാനുണ്ടായിരുന്നു. പക്ഷെ പരീക്ഷ എഴുതാനായിട്ട് കഴിഞ്ഞില്ല. അങ്ങനെ അവളുടെ അവസാന വർഷത്തെ പരീക്ഷ അവൾക്ക് എഴുതാൻ പറ്റാത്തൊരു മനസ്സിൻ്റെ വിഷമത്തിലായിരിക്കുന്ന സമയത്താണ് നമ്മളിവിടെ വന്നത്. ഇവർ താമസിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു കുടിലാണ്. ഞാൻ ആ ഭാഗങ്ങളൊക്കെ കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോയിൽ അത് കണ്ടല്ലോ. എന്നാൽ വളരെ സന്തോഷകരമായ ഒരു കാര്യം നിങ്ങളോട് പറയാനാണ് ഞാനിപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത്. പ്രിയമുള്ളവർ, ദയവായിട്ട് ഈ വീഡിയോ ഒന്ന് കാണണേ. എൽദോ പാസ്റ്ററും അതുപോലെ തന്നെ സലോമിയും നിങ്ങളോട് സംസാരിക്കും. ദൈവം ധാരാളമായ നിലയിൽ അനുഗ്രഹിക്കട്ടെ. ഞാൻ പാസ്റ്റർ സജി പള്ളിക്കുന്ന്. പ്രിയമുള്ളവരെ, ഇത് എൽദോസ് പാസ്റ്ററാണേ, അക്സാമോളുടെ പപ്പ. കഴിഞ്ഞ പ്രാവശ്യം എൽദോസ് പാസ്റ്റർ ഈ വിഷയത്തെക്കുറിച്ച് സംസാരിച്ചല്ലോ. ഒന്ന് ഇത് ശലോമിയുടെ ഇത് അക്സാമോളുടെ അമ്മ ശലോമിക്ക് അന്ന് മനസ്സിൽ വിഷമങ്ങൾ കൊണ്ടൊന്നും സംസാരിക്കാൻ കഴിയുന്ന സാഹചര്യമായിരുന്നില്ല. ആ മോളുടെ ഫീസ് അടയ്ക്കാൻ പറ്റാത്തൊരു വല്ലാത്തൊരു മാനസികാവസ്ഥയിലൂടെയാണ് പോയത്. ഫീസ് അടയ്ക്കാഞ്ഞുകൊണ്ട് കുഞ്ഞിന് പരീക്ഷ എഴുതാൻ പറ്റിയില്ലല്ലോ. അപ്പോൾ ലാസ്റ്റ് അവസാന വർഷം എന്ന് പറഞ്ഞാൽ ജനറൽ നഴ്സിംഗിന് പഠിക്കുന്ന കുഞ്ഞിൻ്റെ 3-ാമത്തെ വർഷത്തെ അവസാന പരീക്ഷ എഴുതാൻ കഴിയാതെ, ഫീസിൽ അടയ്ക്കാനില്ലാതെ 1,00,000-ൽ പരം രൂപ അവിടെ അടയ്ക്കണമായിരുന്നു. അങ്ങനെ പ്രയാസത്തിലായിരുന്നപ്പോൾ ഒരു വാക്ക് പോലും സംസാരിക്കാൻ കഴിയാത്ത ഒരു മാനസികാവസ്ഥയിലായിരുന്നു അന്ന് ശലോമി ഉണ്ടായിരുന്നത്. ഈ പ്രാവശ്യം പാസ്റ്ററും ശലോമിയൊക്കെ വളരെ സന്തോഷത്തോടു കൂടിയാണുള്ളത്. ഇപ്പോൾ ആ കാര്യത്തെക്കുറിച്ച് ശലോമി സംസാരിക്കും. ദയവായിട്ട് കേൾക്കണേ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകുമാറാകട്ടെ. ഇന്ന് ഈ സമയത്ത് ഈ ചാനലിന് മുന്നിൽ വന്ന് സംസാരിപ്പാൻ ദൈവം ഒരുക്കിയ വലിയൊരു അവസരത്തിനായിട്ട് ആദ്യമായിട്ട് ദൈവത്തിന് നന്ദി പറയുകയാണ്. അതിനോടൊപ്പം കർത്താവിൻ്റെ ദാസൻ സജി പാസ്റ്റർ പിന്നെ ചില മാസങ്ങൾക്ക് മുന്നേ ഇവിടെ കഴിഞ്ഞ മാസം ഇവിടെ കടന്നു വരികയും ഞങ്ങളെ സാമ്പത്തികമാകുന്ന വളരെ എന്താ പറയുക, മോളുടെ വിദ്യാഭ്യാസത്തിന് ബന്ധത്തിന് അവൾ നേഴ്സിങ്ങിന് ഞങ്ങൾ പറഞ്ഞു വിട്ടു. നമുക്കൊരു ആഗ്രഹമായിരുന്നു നേഴ്സിങ്ങിന് പഠിക്കാനായിട്ട് വിടണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അവൾ പല കാര്യങ്ങളും മുന്നിൽ വെച്ചെങ്കിലും നേഴ്സിങ്ങിന് വിടണമെന്ന് വലിയൊരു ആഗ്രഹമായിരുന്നു. അപ്പോൾ നമ്മളൊരു വിശ്വാസത്തിന്റെ പുറത്ത് വിട്ടു. സാമ്പത്തികമായിട്ട് അങ്ങനെ ഫിനാൻസ് മറ്റുള്ള ഇതിൽ നിന്നൊക്കെ ലോൺ എടുത്ത് പഠിപ്പിക്കുക എന്നുള്ള ആഗ്രഹത്തിലാണ് വിട്ടത്. അങ്ങനെ 2 വർഷത്തെ ഫീസ് ഞങ്ങൾ പിന്നെ പ്രമാണമൊക്കെ വെച്ച് അടച്ചു. പിന്നെ ഞങ്ങൾ താമസിക്കുന്നൊരു വയലായിരുന്നു. അപ്പോൾ അതിൻ്റെ പ്രമാണം കൊണ്ടുവന്ന് വെക്കാൻ ബാങ്കിൽ ചെന്നപ്പം വയലായതുകൊണ്ട് അത് തണ്ണീർത്തടമാണെന്ന് പറഞ്ഞാൽ നമുക്ക് പൈസ കിട്ടില്ല, അപ്പോൾ അത് പറ്റില്ല എന്ന് പറഞ്ഞ് അങ്ങനെ ഫിനാൻസിൽ നിന്നൊക്കെ 2-3 തവണ എടുത്ത് 2 വർഷത്തെ ഫീസൊക്കെ അങ്ങനെ അടച്ചു. 3-ാം വർഷത്തെ പിന്നെ ലോൺ അടച്ചത് പിന്നെ എങ്ങനെയാ? അല്ല, ലോൺ എടുത്ത് പിന്നെ ആധാരം കൊണ്ട്, ഏത് ആധാരം കൊണ്ട് വെച്ചിട്ട് എടുത്ത്? ഈ ആധാരം കൊണ്ട് വെച്ചത് നമ്മുടെ കുടുംബക്കാർ ഒരു ആധാരമാണ് കൊണ്ടുവച്ചത്. അങ്ങനെ ആധാരം കൊണ്ട് അതുകൊണ്ട് നമ്മൾ വെച്ച് കഴിഞ്ഞാൽ അത് അവർ പിന്നെ പ്രൈവറ്റ് ബാങ്കിലായിരുന്നു വെച്ചത്. അപ്പോൾ അവരൊരു പിന്നെ എന്താ പറയുക, ഒരു വർഷത്തേക്ക് 12% പലിശ. അപ്പോൾ അതിങ്ങനെ നമ്മൾ മുതലടയ്ക്കാതെ പലിശ തന്നെ അടച്ചുപോയി. അപ്പോൾ നമുക്കത് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. ഒരു വർഷത്തിനുള്ളിൽ പിന്നെ പലിശ അടയ്ക്കുന്നതിന് നല്ലൊരു പൈസ അങ്ങനെ വളരെ ബുദ്ധിമുട്ടി. അന്നേരം പിന്നെ ഞങ്ങൾ ഫിനാൻസിൽ കൂടെ ഇങ്ങനെ ആഴ്ച അടവ് അങ്ങനെയുള്ള ലോൺ എടുത്ത് അതിൽ നിന്ന് കുറേശ്ശേക്ക് അടുത്ത് അടച്ച് പിന്നെ കൊച്ചിൻ്റെ ആവശ്യങ്ങൾ, കോളേജിൻ്റെ ഫീസ്, റൂമിൻ്റെ ഫീസ് അങ്ങനെയൊക്കെ കിടന്ന് പിന്നെ അവൾ വരവും പോക്കും എല്ലാം ഒരു ചിലവായി. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് മോനൊരു ഓപ്പറേഷൻ്റെ ആവശ്യം വന്നു. അതും നമുക്കൊരു സമയത്ത് ഞാൻ പണിക്ക് പോകുമായിരുന്നു, അതും നമുക്ക് പോകാൻ പറ്റാതെ ഉള്ള സമയങ്ങളൊക്കെ ആയിപ്പോയി. ഞാനൊന്ന് വണ്ടിയിൽ നിന്ന് വീണ് അതും ഒരു ബുദ്ധിമുട്ടായി. പിന്നെ അതുകൊണ്ട് എല്ലാം കൊണ്ടും ഒരു ബുദ്ധിമുട്ടിൻ്റെ അവസ്ഥയിൽ കൂടെ കടന്നു പോയപ്പോഴാണ് കർത്താവിൻ്റെ ദാസനെ പിന്നെ ഇങ്ങനെ നമ്പർ കിട്ടി.
നേരത്തെ പരിചയമുണ്ട്, എന്നാലും നമുക്ക് ഇങ്ങനെയുള്ള വിഷയങ്ങൾ അറിയില്ലായിരുന്നു. അങ്ങനെ വേറെ ഒരു വ്യക്തിയെ കൂടെ നമ്പർ കിട്ടി, അങ്ങനെ ദേവദാസിനെ വിളിച്ചു. പല പ്രാവശ്യം വിളിച്ചിട്ടും കിട്ടിയില്ല. പിന്നെ വേണ്ടാന്ന് വെച്ച് നിന്ന്. പിന്നെ അങ്ങനെ പല പ്രാവശ്യം വിളിക്കുമ്പോഴും വളരെ തിരക്കിലാണ്. അങ്ങനെ അത് ഒരേ കാര്യങ്ങൾ പറഞ്ഞു. പിന്നെ ഒരു സാഹചര്യത്തിൽ ദേവദാസിനോട് കടന്നു വന്നു. അങ്ങനെ നമ്മൾ വല്ലാത്തൊരു എന്താ പറയുക, കൊച്ചു വീട്ടിൽ വന്നിട്ട് 2 മാസമായി. എന്ന് വെച്ചാൽ അവൾ വരുന്ന സമയം എന്ന് പറഞ്ഞാൽ എക്സാം എഴുതാൻ കോളേജിൽ നിന്ന് പറഞ്ഞ് എക്സാം ഫീസ് അടച്ചിന് എക്സാം എഴുതണ്ടെന്ന് പറഞ്ഞാണ് മോളൂടെ വരുന്നത്. അപ്പോൾ അവൾ എന്ത് ചെയ്തു, പിള്ളേരെല്ലാം എക്സാം എഴുതിയപ്പോൾ പിന്നെ അവിടെ നിന്നിട്ട് കാര്യമില്ല. അപ്പോൾ ഞങ്ങൾ വിളിച്ചു പറഞ്ഞാൽ വീട്ടിലേക്ക് പോരാൻ പറഞ്ഞു. പിന്നെ ഇവിടെ വന്ന് നിന്ന്. അപ്പോൾ നമ്മളിങ്ങനെ വേറെ ഒരു ഫിനാൻസിലേക്ക് ലോൺ അപേക്ഷിച്ച്, അന്നേരം അവർ പറഞ്ഞൊരു 6 മാസം കഴിയാതെ അത് കിട്ടില്ല എന്ന് വെച്ച്. അപ്പോൾ പിന്നെ നമ്മൾ പെട്ടെന്ന് വേറെ ഒന്നിച്ച് കർത്താവിൻ്റെ ദാസനോടെ കടന്നു വരികയും വീഡിയോ ഇടുകയും ചെയ്തു. ആ വീഡിയോ ഇട്ട് അതിന് മുന്നിൽ ആ സാഹചര്യത്തിൽ നമുക്ക് വന്ന് സംസാരിക്കാനൊന്നും പറ്റത്തില്ലായിരുന്നു. വല്ലാത്തൊരു മാനസിക അവസ്ഥയിലായിരുന്നു. നമുക്ക് ഒരാളോട് ചോദിക്കാനോ വേറെ ഒരാളോട് പിന്നെ വേറൊരു വ്യക്തിയോട് നമ്മളൊരു പൈസ ചോദിച്ചാൽ തിരിച്ചു കൊടുക്കാൻ മുന്നിലൊന്നും കാണാത്തത് കൊണ്ട് ചോദിക്കാനും പോയില്ല. അങ്ങനെയാണ് ഈ വീഡിയോയുടെ മുന്നിൽ വരേണ്ട വന്നു. അപ്പം ദൈവം അത് ദേവദാസിനെ ഇവിടെ കൊണ്ടുവന്നു. അത് വീഡിയോ പുറത്തു പോവുകയും അനേക ദൈവമക്കൾ കേരളത്തിൻ്റെ അകത്തും പുറത്തും അനേക രാജ്യങ്ങളിൽ ആ വീഡിയോ എത്തിച്ചേരുകയും ചെയ്തു. അതിൻ്റെ ഫലമായിട്ട് കൊച്ചിൻ്റെ ഫസ്റ്റിലെ മോടെ ഫീസ് അടച്ചു. പിന്നെ അവിടെ ആവശ്യങ്ങൾ ഫീസ് അടയ്ക്കേണ്ടായിരുന്നു. മെയിൻ 1,25,000 രൂപ ഫീസ് അടച്ച്. പിന്നെ അത് റൂമിൻ്റെ രണ്ടും അങ്ങനെ എല്ലാം കൂടി ആയിരുന്നു. അത് അടച്ച് പിന്നെ നമ്മൾ പ്രമാണം വെച്ച് അത് എടുത്തു കൊടുത്ത് പിന്നെ അങ്ങനെ ബന്ധുവിന്റെ പ്രമാണം. പിന്നെ ഒരു 5-8 ലക്ഷം രൂപ മൊത്തത്തിൽ ഞങ്ങൾക്ക് അല്ലറ ചില കുറച്ച് കടങ്ങളുണ്ടായിരുന്നു. പിന്നെ ആശുപത്രി കേസിട്ട് അങ്ങനെ അതൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ അതെല്ലാം എത്ര നാൾ അപകടം ഉണ്ടായി കിടന്നു? ഞാനൊരു വർഷത്തിന്റെ അടുത്ത് അപകടം ഉണ്ടായി കിടന്നു. അപ്പൊ അങ്ങനെയൊക്കെ കുറെ ബുദ്ധിമുട്ടുകൾ വന്ന് അങ്ങനെ ആ സാമ്പത്തിക കടബാധ്യങ്ങളെല്ലാം ഒരു വിടുതൽ ഈ ഒരു ചാനലിന് നമ്മൾ വന്ന് ദേവദാസൻ അത് ചെയ്ത് അങ്ങനെ അത് പോയി. അങ്ങനെ കുറേ കാര്യങ്ങൾ ദൈവം അതിൽ കൂടി നമുക്ക് സാമ്പത്തിക വിഷയങ്ങൾ കടബാധ്യതകൾ തീർക്കുവാൻ ഒരു അവസരം ദൈവം തന്നു. പിന്നെ ഞങ്ങൾ രണ്ടാമത് എന്ന് വെച്ചാൽ പിന്നെ ഒരു വീടില്ലായിരുന്നു. വീഡിയോ ചെയ്ത് ഞങ്ങളിപ്പോൾ താമസിക്കുന്ന വയലിലൊരു ഷെഡാണ്. അപ്പോൾ ഞങ്ങളതിന് ബാത്റൂം ഒന്നും പണിതിട്ടില്ലായിരുന്നു. നമ്മുടെ അടുത്ത് എൻ്റെ സിസ്റ്റർ താമസിക്കുന്നുണ്ട്. അവരെ ബാത്റൂമിലാണ് ഞങ്ങൾ ഈ 5-8 വർഷം പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ നമുക്കതും ഒരു ബുദ്ധിമുട്ടായി. എന്നാലും പിന്നെ നമ്മൾ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ നമ്മൾ അതൊന്നും പുറത്തേക്ക് പറയാതെ പിന്നെ നമ്മൾ ചർച്ചിൻ്റെ വർക്കൊക്കെ ആയതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഞങ്ങൾ പോയി ചർച്ചിൽ ഇടയ്ക്ക് പോയി അങ്ങനെയൊക്കെയാണ് ഞങ്ങൾ നിന്നുകൊണ്ടിരുന്നത്. പിന്നെ മോൻ്റെ പഠനത്തോടുള്ള ബന്ധത്തിൽ പെട്ടെന്ന് ചർച്ചിലേക്ക് മാറാൻ പറ്റാത്തതുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ നിന്നത്. അപ്പോൾ അതിൻ്റെതാന്നൊക്കെ ഒരു ബുദ്ധിമുട്ട് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ദൈവം അത് എൻ്റെ മധ്യത്തിൽ ദൈവം പ്രവർത്തിച്ചു. പിന്നെ ഞങ്ങൾ 4 സെൻറ് സ്ഥലം മേടിച്ചു. പിന്നെ ഞങ്ങൾ ഇപ്പം നിലവിൽ നിൽക്കുന്ന സംഘടനയിൽ നിന്ന് ഞങ്ങൾക്കൊരു വീട് വെച്ച് തരാമെന്ന് പറഞ്ഞു. അപ്പം സ്ഥലം ഞങ്ങൾ മേടിച്ചു, 4 സെൻറ് സ്ഥലം മേടിച്ചു. വീടിന്റെ പണി ആരംഭിച്ചിട്ടുണ്ട്. അതിന്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നു. ഫൗണ്ടേഷനൊക്കെ കഴിഞ്ഞ് ഭിത്തി കെട്ടി നിർത്തിയിരിക്കുകയാണ്. അവിടം വരെ ദൈവം ഒരു കാര്യങ്ങൾ ഇത്ര ഞങ്ങൾക്ക് ചെയ്തു തന്നു. ഇത് എന്താ പറയുക, ദൈവത്തിന് എത്ര നന്ദി പറഞ്ഞാലും മതി വരില്ല. അതിനോടൊപ്പം കർത്താവിന്റെ ദാസൻ സജിപ്പാസ് എറണാകുളത്ത് നിന്നാണ് ഇവിടെ കടന്നു വന്ന് വീഡിയോ എടുക്കുകയും പല പ്രാവശ്യങ്ങൾ കടന്നു വരിക ഇതിലെ കാര്യങ്ങൾ ചെയ്യുകയും സംസാരിക്കുകയൊക്കെ ചെയ്തത്. ദേവദാസനും അതിൻ്റെ ഉള്ള നന്ദി പറയുകയാണ്. പിന്നെ എന്താന്ന് വെച്ചാല് പിന്നെ കേരളത്തിന്റെ അകത്തും പുറത്തും കേരളത്തിന്റെ ഇന്ത്യക്ക് വെളിയിലും ഒക്കെ ആയിട്ട് അനേക ദൈവമക്കളെ ദൈവദാസന്മാരും അനേക കർത്തൃദാസന്മാര് വിളിക്കുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്ത് അതിന്റെ എല്ലാ ഫലമായിട്ടാണ് ദൈവം ഞങ്ങൾക്ക് ഇത്രയും ഞങ്ങൾ മാനിച്ചു. ഞങ്ങളൊരു ബാത്റൂം പണിതു. അതിന്റെ പണി ഏകദേശം പൂർത്തീകരിച്ചു. തുടർന്ന് 21-ാം നൂറ്റാണ്ടിൽ ഒരു ബാത്റൂം ഇല്ലാത്ത വീടെന്നൊക്കെ പറയുമ്പോ നമ്മള് കഷ്ടമാണ്. പഞ്ചായത്തിനൊക്കെ ആശ്രയിച്ചു, ഒന്നും നടന്നില്ല. അപ്പൊ ദൈവം ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ കൂടെ കൊണ്ടുവന്ന് നമ്മളെ ഇവിടം വരെ എത്തിച്ചു. നമുക്ക് എത്ര രൂപ കിട്ടിയിട്ടുണ്ട്? ഇപ്പൊ നമുക്ക് 27 ലക്ഷം രൂപയുടെ അടുത്ത് നമ്മുടെ കയ്യിൽ കിട്ടി. അപ്പൊ നമ്മളത് കടമൊക്കെ കുറെ തീർത്തു. പിന്നെ ഇനിയിപ്പോൾ മോള് അടുത്ത അവള് GNM ആണ് പഠിച്ചത്. അപ്പോൾ അവൾക്ക് മറ്റേ VSCയുടെ ഇതും കൂടി എടുക്കണം എന്ന് പറഞ്ഞ് നിൽക്കുകയാണ്. അപ്പോൾ ഇനി അടുത്ത മാസം അവിടെ പരീക്ഷയാണ്. അപ്പം പ്രാർത്ഥിച്ച് എല്ലാ ദൈവമക്കൾ ദൈവദാസന്മാർ കുടുംബങ്ങൾ അനേക രാജ്യങ്ങൾ ദൈവദാസന്മാർ തന്നെയാണ് വിളിച്ചത്. ദൈവസഭകളൊക്കെയാണ് നമ്മളെ വിളിക്കുകയും സഹായിക്കുകയും ചെയ്ത് ഞങ്ങൾ അവരെ എല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്നു. തുടർന്നും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നതായിരിക്കും.
അവിടെ ശരിക്കും പറഞ്ഞാൽ BSc പഠിക്കണമെന്നായിരുന്നു ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ സാമ്പത്തികം ഇല്ലാത്തതുകൊണ്ടാണ്. പഠിക്കാനായിരുന്നു ആഗ്രഹം എന്ന് വെച്ചാൽ നമുക്ക് അന്നേരം നമ്മൾ മുന്നിൽ ഇതുപോലെ നമുക്ക് വക ഇല്ലാത്തതുകൊണ്ടാണ് ജനറൽ നേഴ്സിന് വിട്ടത്. എന്നിട്ട് പോലും അത് മുടങ്ങിപ്പോയി. അത് മടങ്ങിപ്പോയി. നമ്മൾ ആ പ്രത്യേക ഒരു അപകട മേഖലയെല്ലാം തരണം ചെയ്യേണ്ട വന്നതുകൊണ്ടാണ്. അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും നമ്മൾ ഇതാക്കി. അപ്പോൾ നമുക്കത് മുന്നേറാൻ പറ്റിയില്ല. അതുകൊണ്ടാണ് ജനറൽ നേഴ്സിന് വിട്ടത്. ഇനിയിപ്പോൾ അവൾക്ക് ആഗ്രഹമുണ്ട് BS നേഴ്സിങ്ങിന് അത് ചെയ്യണമെന്ന്. അപ്പോൾ അതും കൂടെ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. ദൈവം എത്രത്തോളം ചെയ്തു തന്നേനെ ദൈവമക്കൾക്ക് 1000 നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ വിരമിക്കുന്നു. ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇതുവരെ ഞങ്ങൾ ഓൺലൈൻ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ വീഡിയോ ഇട്ടിരുന്നു. ആ വീഡിയോ ആയിരക്കണക്കിന് ആളുകൾ, പ്രിയപ്പെട്ടവർ, ഞങ്ങളെ സ്നേഹിച്ച, പ്രാർത്ഥിച്ച, ഇല്ലായ്മയിൽ നിന്ന് പോലും ഞങ്ങളെ സഹായിച്ച, ഞങ്ങളെ ഓർത്ത എല്ലാവരോടുമുള്ള നന്ദി ഈ തരുണത്തിൽ ഞങ്ങൾ അറിയിക്കുകയാണ്. എപ്പോഴും ഞങ്ങൾ നിങ്ങളോട് കടപ്പെട്ടവരായിരിക്കും. ഞങ്ങൾ കുടുംബമായും എല്ലാവർക്കും വേണ്ടിയും പ്രാർത്ഥിക്കുന്നതായിരിക്കും. പ്രിയ എല്ലാവരും ഞങ്ങളെ ഓർക്കുക, പ്രാർത്ഥിക്കുക. കർത്താവ് ഒരുവോളം ഈ ആത്മീയ ബന്ധം നിലനിൽക്കുമാറാകട്ടെ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ളവർ, ഏറ്റവും വലിയൊരു ദുഃഖകരമായൊരു കാര്യം, നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ഒരു നല്ല ഭാവിയിൽ എത്തണമെന്നാണല്ലോ എല്ലാ മാതാപിതാക്കളും ആഗ്രഹിക്കുന്നത്. പക്ഷെ അവർ ആഗ്രഹിക്കുന്ന നിലയിലൊന്നും, ഞാനിപ്പോൾ ഒരുപാട് പേരുടെ അവസ്ഥകൾ കാണുന്നുണ്ട്. കുഞ്ഞുങ്ങൾ ആഗ്രഹിക്കുന്ന നിലയിലൊക്കെ പഠിപ്പിക്കുന്നതിന് അവർക്ക് പഠിക്കാനുള്ള കഴിവില്ലാഞ്ഞതുകൊണ്ടല്ല, പലപ്പോഴും അതിനുള്ള സാമ്പത്തികം ഇല്ലാത്തതുകൊണ്ടാണ്. പക്ഷെ ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങളെ വിദ്യാഭ്യാസമൊക്കെ മുടങ്ങിപ്പോവുക എന്ന് പറയുമ്പോൾ മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു വിഷമമാണ്. കുഞ്ഞുങ്ങളുടെ അവസ്ഥ വലിയൊരു വിഷമമാണ്. കാരണം കൂടെ പഠിക്കുന്ന കുഞ്ഞുങ്ങളൊക്കെ പരീക്ഷ എഴുതിയപ്പോഴുള്ള മാനസികാവസ്ഥ എന്തായിരുന്നു? അയ്യോ, അത് നമുക്ക് പറയാൻ പറ്റില്ല. അവിടെ ആ സമയത്തൊക്കെ ഭയങ്കര കരച്ചിലായിരുന്നു. എന്ന് വെച്ചാൽ കോളേജിൽ നിന്ന് പൊക്കോളാൻ പറയുമ്പോൾ അതൊരു വല്ലാത്തൊരു വിഷയമല്ല. എന്ന് വെച്ചാൽ പിന്നെ എക്സാമിൻ്റെ ടൈമായപ്പോൾ ഫീസ് അടച്ചില്ല, എക്സാം എഴുതാൻ പറ്റിയില്ല, കോളേജിൽ നിൽക്കണ്ടെന്ന് പറയുമ്പോൾ കൊച്ചന്നേരം തന്നെ പിറ്റേ ദിവസം തന്നെ ഇങ്ങോട്ട് പോകുന്നു. പിന്നെ ഇവിടെ വന്ന് അവൾക്ക് മാനസികമായിട്ട് ഭയങ്കര ടെൻഷനായിപ്പോയി. എന്ന് വെച്ചാൽ നമുക്കും അതിലും ടെൻഷൻ. നമ്മൾ കൊച്ചിനെ പറഞ്ഞു വിട്ടിട്ട് നമുക്ക് ആ ഫീസ് അടയ്ക്കാൻ, അവളിവിടെ വന്ന് തിരിച്ച് ചോദിച്ച്, എന്നെ നേഴ്സിങ്ങിന് വിട്ടിട്ട് ഫീസ് അടയ്ക്കാൻ പറ്റിയില്ലായിരുന്നു, പിന്നെ എന്തിനാ എന്നെ വിട്ടേന്ന് ചോദിച്ചു. അപ്പോൾ നമുക്കതൊരു താങ്ങാൻ പറ്റാത്തൊരു വിഷമമായിപ്പോയി നമുക്കിപ്പോൾ. അപ്പോൾ ഞാൻ പറഞ്ഞു, നമ്മുടെ ശരീരത്തെ അവയവങ്ങളൊക്കെ കൊണ്ട് വിറ്റാലെങ്കിലും കിട്ടുമായിരുന്നു, കിഡ്നി വിറ്റിട്ടെങ്കിലും ഫീസ് അടയ്ക്കാൻ പറ്റുമായിരുന്നു, നോക്കായിരുന്നു എന്ന് പറഞ്ഞു. അന്നേരം അവൾ മമ്മി എന്നാൽ അത് തന്നെ ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ അവൾക്ക് അത്രയും മാനസിക ഒരു നിലയിലായിരുന്നു. വെച്ചാൽ നമ്മുടെ മുന്നിൽ ഒന്നും ഇല്ലായിരുന്നു. കഷ്ടപ്പെട്ട് പഠിച്ചതല്ലേ, ഇത്രയും നാൾ കഷ്ടപ്പെട്ട് പഠിച്ചിട്ട് പരീക്ഷ എഴുതാൻ പറ്റുന്നില്ലെന്ന് പറയുമ്പോൾ ഉള്ള മാനസികാവസ്ഥ. പക്ഷെ അവളെ എഴുതിയ എക്സാമിലൊക്കെ ഫസ്റ്റിലെ പാസ്സാകുകയും രണ്ടാമതൊന്നും എഴുതേണ്ട വന്നില്ല. അപ്പോൾ പഠിക്കുമായിരുന്നു, പഠിക്കാൻ നല്ല കഴിവും ഉണ്ടായിരുന്നു. പിന്നെ അപ്പോൾ നമ്മുടെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ കിടന്നു പോകേണ്ട വന്ന് അത് അവൾക്ക് വല്ലാത്തൊരു, ഇപ്പോഴും ഇന്നലെ വൈകിട്ടും കൂടെ പറഞ്ഞ ആ പരീക്ഷ എഴുതാൻ പറ്റാത്തത് കൊണ്ടാണിപ്പം. അല്ലെങ്കിൽ ഇപ്പോൾ എവിടെയെങ്കിലും ട്രെയിനിങ്ങിന് കയറിയിട്ടുണ്ടെങ്കിൽ അവിടെ ആവശ്യങ്ങൾ നടന്നു പോയേനോ. അപ്പോൾ അത് എഴുതാൻ പറ്റാത്തത് കൊണ്ട് ഇനിയിപ്പോൾ അവർ എക്സാം എഴുതണമെങ്കിൽ അവർ പിള്ളേരെ കൊടുത്ത് ഡേറ്റ് കൊടുക്കുക, ആ ഡേറ്റിന് വിളിക്കുമ്പോഴേ അത് എഴുതാൻ പറ്റൂ. ഇവിടെ ഇരുന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഇനിയിപ്പോൾ എഴുതി കഴിഞ്ഞ് അതിൻ്റെ എന്തായാലും 1 വർഷം പോയി. അപ്പോൾ ഇനി അതിൻ്റെ റിസൾട്ട് കിട്ടിയിട്ട് വന്നിട്ട് വേണം എവിടെയെങ്കിലും ട്രെയിനിങ്ങിന് കയറണമെങ്കിൽ. ട്രെയിനിങ്ങിന് കയറണമെങ്കിൽ തന്നെ കോളേജിലെ സർട്ടിഫിക്കറ്റ് കിട്ടണമല്ലോ, അല്ലാതെ പറ്റത്തില്ലല്ലോ. അങ്ങനെയൊക്കെ ഇങ്ങനെ ഒരുപാട് കുഞ്ഞുങ്ങൾ ഇതുപോലെ വിളിക്കുന്നുണ്ട് കേട്ടോ. ഇന്നലെയും വിളിച്ചു. BSc എന്ന് പറഞ്ഞാൽ നഴ്സിങ്ങിൻ്റെ 4ാം വർഷത്തിൽ ഫീസ് അടയ്ക്കാനില്ലാതെ പരീക്ഷ എഴുതാൻ പറ്റാത്ത സാഹചര്യത്തിൽ ഇപ്പോഴും ഇന്നലെ ഒരു കുഞ്ഞെന്നെ വിളിച്ചായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഒരുപാട് പ്രയാസങ്ങളുടെ അനുഭവങ്ങളിലൂടെയാണ് ഒരുപാട് പേര് പോകുന്നത്. പ്രിയമുള്ളവരെ ഒരിക്കൽ കൂടെ നന്ദി പറയുകയാണേ. എൽദോസ് വാസ്ത, സലോമി ഇവരൊക്കെ അനുഭവിച്ച വലിയൊരു മാനസിക പ്രയാസമുണ്ട്. അതിനെ നടുവിൽ പ്രിയമുള്ളവർ സഹായിച്ചല്ലോ. എല്ലാറ്റിനും ദൈവത്തിന് മഹത്വം അർപ്പിക്കുകയാണ്. കർത്താവ് സഹായിച്ചതുകൊണ്ടും കർത്താവ് അനുഗ്രഹിച്ചതുകൊണ്ടുമാണ് ഇത്രത്തോളം നടന്നത്. ഇനിയിപ്പോൾ അടുത്ത പ്രാവശ്യം പ്രിയമുള്ളവർക്കൊരു വീട് പണിയുന്നുണ്ട്. ഞാൻ ആ വീട് പണിയുടെ വിഷയത്തിലൂടെ പല പ്രാവശ്യം ഇവിടെ വരികയും പിന്നീട് വരികയൊക്കെ ചെയ്തു. എന്നാൽ പിന്നീട് സംഘടനയിൽ നിന്ന് പിന്നെ വീട് വെച്ച് കൊടുക്കാമെന്ന് പറഞ്ഞതുകൊണ്ടാണ് പിന്നീട് നമ്മൾ ആ വീടിൻ്റെ പണിയുടെ കാര്യത്തിന് വേണ്ടി നമ്മൾ മുൻകൈ എടുക്കാത്തത്. ഇല്ലെങ്കിൽ ഞാൻ അന്ന് പറഞ്ഞിരുന്നു നമുക്ക് ഒരു വീട് പണിയുടെ കാര്യങ്ങൾ ചെയ്യാം എന്നുള്ള കാര്യത്തെക്കുറിച്ച് പറഞ്ഞിരുന്നു. അപ്പോൾ സംഘടന ആ കാര്യം അത് ഏറ്റെടുത്തത് കൊണ്ട് നമ്മളിനി ആ കാര്യത്തിലേക്ക് പോകുന്നില്ല. എന്തായാലും പ്രത്യേകമായിട്ട് ഇവർ നിൽക്കുന്ന സഭ
യോടുള്ള പ്രത്യേകമായി നന്ദി ഈ സമയത്ത് അറിയിക്കുകയാണ്. സർവശക്തനായ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഞാൻ പാസ്റ്റർ സജി പള്ളിക്കുന്ന്. എൽദോസ് പാസ്റ്റർ വീട് ഇതാണെന്ന് അറിയാമല്ലോ, കഴിഞ്ഞ പ്രാവശ്യം കണ്ടതല്ലേ. ഇപ്പം നമുക്ക് കണ്ടോ, അവിടെ നമ്മൾ ബാത്റൂമിൻ്റെ പണി ആരംഭിച്ചു കേട്ടോ. ബാത്റൂമിൻ്റെ പണി ആരംഭിച്ചിട്ടുണ്ട്. ഓക്കെ, ദൈവം അനുഗ്രഹിക്കട്ടെ. ഇനിയിപ്പോൾ അതിൻ്റെ പണി നമ്മളൊക്കെ അറിയാമല്ലോ, ഈ നൂറ്റാണ്ടിലും ഒരു ബാത്റൂം ഇല്ലാത്ത, ഒരു വാഷ്റൂം ഇല്ലാത്ത വീട് എത്ര പ്രയാസകരമാണ് നമുക്കറിയാമല്ലോ. എന്തായാലും അത് പണിയാൻ തക്കവണ്ണം ദൈവം അനുഗ്രഹിച്ചു. ദൈവത്തിന് സ്തോത്രം.